ഇത് തികച്ചും ഒരു സാങ്കല്പിക കഥ മാത്രമാണ്. ഇന്നത്തെ കാലത്തെ സാറുമാരൊന്നും ഇതുപോലല്ല. ഇതൊരു കണ്ടന്റായി മാത്രം കാണുക. So, take your textbook and notebook. Akhil, please stand up. Yesterday we were studying what? Which portion? സാറേ ഇന്നലെ നമ്മൾ പഠിച്ചത് ചാപ്റ്റർ നമ്പർ 2 പോയമായിരുന്നു. Akhil, how many times I told you? In my class, you should only speak English. Which language? English. സോറി സാർ. Akhil, sit down. ഓക്കെ സാർ. From next time, if you speak in Malayalam, you have to pay 10 rupees per word. കാലം തുടങ്ങി. Akhil, have you talked anything? നോ സാർ. Okay, so we are coming to our subject. Today we are studying about noun. A word that is the name of a thing, person, an idea. Rahul, side business there. Side business. I am teaching here and you guys are talking each other. What's this? What's this? Sir, I was asking doubts. നോ സാർ, അവൻ ക്യാൻറ്റീനിലെ ഉള്ളിവടയെ കുറിച്ചാ പറഞ്ഞേ. Ulli vada in English class, Onion bacha. Are you making fun of me? No. Sit down there. And Akhil, you are speaking Malayalam again. 10 rupees you have to pay now. Don't speak Malayalam in my class. ഓക്കെ സാർ. Sir, do you have any GPay? Huh? Oh no, sir. So Akhil, you have to pay 10 rupees, okay? So, what's the doubt there? Sir, കോവയ്ക്കാണ് ഇംഗ്ലീഷ് എന്താണ്? സാർ ഈ മാങ്ങാന്ന് പറയുന്ന ഇംഗ്ലീഷ് എന്തോ സാർ? It's out of syllabus. Doubts from outside, You should only ask the doubts inside the textbook. Okay? Akhil again 10 man. So today's penalty, Devika 5 rupees. അതെന്താ സാറേ ദേവിക്ക് 5 രൂപ? Hey! Akhil again 10. Sir, present. So Akhil total 100 rupees today. Ashwin 70 rupees today. So everybody should bring all this tomorrow. Are you getting me? Akhil! സാർ. സാർ. ആരെല്ലൊന്ന് വാടാ. Sir, പത്തേ. ആരെല്ലൊന്ന് വാടാ. സാർ 15. പഠിക്കടാ. സാർ 20. എടാ ഒന്ന് പിടിക്കടാ. Sir, 40. എടാ ഈ സമയത്ത് ഇങ്ങനെ പറയല്ലടാ. സാറേ വെട്ടോ? 55. എടാ ഒന്ന് പിടിക്കടാ. സാറിനെ വിളിച്ചിട്ട് വാടാ. 85. അപ്പൊ എല്ലാരും മീറ്റിംഗ് പോകാൻ തയ്യാറാണോ? അതെ സർ, റെഡിയാണ്. ഫുട്ബോൾ കളിക്കാൻ തയ്യാറാണോ? അതെ സർ. നമുക്ക് പുതിയ ബാറ്റും പുതിയ ബോളും എല്ലാം വന്നിട്ടുണ്ട്. ക്രിക്കറ്റ് വോളിബോളും എല്ലാം ഉണ്ട്. ക്രിക്കറ്റ് എല്ലാം ഉണ്ട്. എല്ലാരും തയ്യാറല്ലയോ? ഞങ്ങളെല്ലാം തയ്യാറായി. എല്ലാരും ഇരുന്നത് മഴയാ കുന്തം വരുന്നില്ല. വേറെ ഏതെങ്കിലും വിഷയം പഠിച്ചോണേ. അല്ല സാറേ, നമുക്ക് മഴയത്ത് കളിച്ചുകൂടാ സാർ? ഉറങ്ങട്ടെ. പഠിച്ചോ അവിടെ നിന്ന് വൈദ്യുതി. അല്ല സാർ, അവിടെ എഴുതാ. പക്ഷേ ആറ്റുനോറ്റ് നോക്കിയിരുന്ന PT പീരീഡ് അതും പോയി. സാറേ ഔട്ട് അതാ സോറി. എടാ ഇരുന്ന് പഠിക്കാല്ലോ നിന്നോട് പറഞ്ഞേ. സാറേ ഫ്രീ പീരീഡ് ആണോ? അല്ല ഉറങ്ങുമോ? അയ്യോ മാത്സ് സാർ. മക്കളെ ഫ്രീ ആയില്ലയോ? സാറേ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നവരെ ഇല്ല സാറിന് ഞാൻ സ്റ്റാഫ് റൂമിൽ നോക്കി കണ്ടില്ല. എനിക്ക് മണം അടിച്ചു സ്റ്റാഫ് റൂമിന്ന്. പഠിപ്പിച്ചോല്ലി. ഓക്കെ. അപ്പൊ സാറേ അസൈൻമെന്റ് എഴുതുന്നുണ്ടായിരുന്നു. സോ എവരിബഡി ടേക്ക്. നാളെ ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട് എടുത്തോളൂ. ഓക്കെ. മാത്സ് നോട്ട്ബുക്ക് എടുക്കൂ. എല്ലാരും എടുക്കൂ. എടുക്കൂ പെട്ടെന്നാട്ടെ. സോ നമ്മൾ ഇന്നലെ എന്താണ് പഠിച്ചത്? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട സൈഡിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കും. സോ നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് മോനെ? സാർ എക്സിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച് പഠിച്ചോണ്ടിരിക്കാൻ ടിൻഡുമോ കോമഡി ഇറങ്ങിക്കോളൂ ക്ലാസ്സിനകത്ത്. സോ നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ടിൻഡുമോ കോമഡി ചവിട്ടി ഇറങ്ങി കളഞ്ഞു. ഇവിടെ എക്സോ സാറേ ഉത്തരം 5 അല്ലേ സാറേ? ട്യൂഷന് പോകുന്നുണ്ടല്ലയോ? ഈ സ്റ്റെപ്പൊന്നും നമ്മുടെ അല്ലല്ലോ. അതെ, ട്യൂഷന് പോയി എന്തെങ്കിലും പഠിച്ചെന്ന് വെച്ചിട്ട് അത് ഇങ്ങോട്ട് ഇറക്കാതിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ സ്കൂളിൽ മാത്രം വന്ന് പഠിക്കുന്ന കുറേ പിള്ളേരുണ്ട്.
ആ? വേറെ ആരെങ്കിലും? ദേവിക വരാങ്ങോട്ട്. ഇതിനകത്ത് ഇപ്പൊ എവിടെ ഒരു പിഴ വന്നത്? ആ ഇതുവരെ എഴുതിയോ എല്ലാരും? സോ ഇതത്ര ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇത് വേണ്ട കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് അല്ല. അടുത്ത പഠിക്കാം. എല്ലാരും ഇതുപോലെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. ആപ്പിള് വരം, ആപ്പിള് വരം. എല്ലാരും നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് വരച്ച. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റിയില്ലെന്ന് വരാം, പാടായിരിക്കും. ഇതുപോലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്ക്. ഞാൻ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരയ്ക്കാതിരിക്കുന്നു. എന്തുവാ സാർ നല്ല ഡ്രോയിങ് എന്ന് പറഞ്ഞു. അരങ്ങത്തെ വരച്ചത് നല്ലതായിരിക്കും. അതെ കാക്കയ്ക്ക് സാറേ, ഇത് എത്ര വയസ്സുള്ള കാക്കയാണ്? 2 വയസ്സുള്ള. അവിടെ ബാക്കി കുറെ അമ്മമാര് വരയ്ക്കാതൊക്കെ ഇരിക്കുന്നുണ്ട്. സിമാർക്കൊക്കെ എന്റെ കയ്യിലാ ഇരിക്കുന്നതെന്ന് ഓർമ്മ വേണം കേട്ടല്ലോ. ഇതാണ് ജാലിയൻ വാലാബാഗ്. ഉച്ച കഴിഞ്ഞത്തെ ക്ലാസ് ഹിസ്റ്ററി മഴ അതൊരു നല്ല കോമ്പിനേഷൻ അല്ലേ? അപ്പൊ നമ്മള് പറഞ്ഞോണ്ട് വന്നത് ആരപ്പൻ സിവിലൈസേഷൻ. ആരപ്പൻ സിവിലൈസേഷൻ പഠിച്ചു വന്ന് ആ എല്ലാരും ഉറങ്ങിയോ? എഴുന്നേക്ക്, ഹാൻഡ്സ് അപ്പ്, എഴുന്നേക്ക്. ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, സ്റ്റാൻഡ് അപ്പ്. ഓ സ്റ്റാൻഡ് അപ്പ്, ഇരി, സിറ്റ് ഡൗൺ, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് ഇറ്റ് ഈസ്, ഇരി, ഹാൻഡ്സ് ഡൗൺ, ഉറക്കം മാറി. സിറ്റ് ഡൗൺ, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് ഇറ്റ് ഈസ്. ഉറക്കൊന്നുമില്ലല്ലോ? ഇല്ല സാർ, എല്ലാവരും ഉറക്കമൊക്കെ പോയി മാറിയല്ലോ. അപ്പൊ നമുക്ക് ഇനി ആരപ്പൻ സിവിലൈസേഷൻ. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ഈ പാഠം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ചു പഠിക്കാനുള്ളതേ ഉള്ളൂ കേട്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട് ടീച്ചർ.